നമസ്കാരം ഏവർക്കും. ഇന്ന് ഓണാട്ടുകരയുടെ പരദേവതയായ ചെട്ടികുളങ്ങര അമ്മയുടെ കുംഭഭരണി മഹോത്സവമാണ്. വരിക ആ കാഴ്ചകളിലേക്ക്. മണ്ണിന്റെ പ്രാർത്ഥനകൾ കെട്ടുകാഴ്ചകളായി ആകാശം തൊട്ട് പുലർനിലാവിൽ പുണ്യം തൂമഞ്ഞായി പെയ്തിറങ്ങി. ദേവിക്ക് തിരുമുൾ കാഴ്ചയുമായി ദേശമൊന്നാകെ കാഴ്ചക്കണ്ടത്തിൽ കെട്ടുകാഴ്ചകൾക്കൊപ്പം നിന്നപ്പോൾ ഇരുട്ടിന്റെ ക്യാൻവാസിൽ ആകാശം മുട്ടെ വരച്ച വർണ്ണ ചിത്രം പോലെ ചെട്ടികുളങ്ങര കുംഭഭരണി ഇന്ന് ഭക്തിയും വിശ്വാസവും കാലവൈഭവവും സമന്വയിപ്പിക്കുന്ന സുന്ദര നിമിഷം. ആവേശത്തിന്റെ തേരിലേറിയെത്തുന്ന ഓണാട്ടുകരയുടെ അഭിമാനത്തിന്റെ കുതിരപ്പൊക്കം. ജീവിതത്തേരിലേറി വരുന്ന അമ്മയുടെ അനുഗ്രഹത്തിനായി പുലരുവോളവും പ്രാർത്ഥനകളും വഴിപാടുകളുമായി അമ്മയുടെ മക്കൾ എട്ടുകാഴ്ചകളെ വരവേൽക്കാൻ ഓണാട്ടുകരയുടെ മണ്ണും മനസ്സും പുലർച്ചയോടൊരുങ്ങിയിരിക്കുന്നു. അണിഞ്ഞൊരുങ്ങിയ കുത്തിയോട്ട സംഘങ്ങൾ രാവിലെ മുതൽ ക്ഷേത്രത്തിലെത്തി ചുവടുവെച്ചെത്തി പാട്ടുപാടി തൊഴുതു മടങ്ങിയിരിക്കുന്നു. കുത്തിയോട്ടത്തിൻ്റെ വരവ് ഉച്ചയോടെ അവസാനിച്ചതിനു പിന്നെ എട്ടുകാഴ്ചകൾക്കുള്ള കാത്തിരിപ്പാണ് ഓണാട്ടുകരയുടെ കാത്തിരിപ്പ്. എള്ളിൻ പൂമണമുള്ള നാട്ടുവഴികളുടെ മരച്ചക്രങ്ങൾ കടുപ്പിച്ച ചട്ടങ്ങളിലേറി ഗോപുരം കണക്കുള്ള കെട്ടുകാഴ്ചകളെത്തി. ദേവീ സ്തുതികളും ആർപ്പുവിളികളും അകമ്പടിയുമായി 13 കരകളിൽ നിന്നായി 6 കുതിരകളും 5 തേരുകളും ഭീമനും ഹനുമാനും പാഞ്ചാലിയും. ഗോപുരാകൃതിയിലുള്ള കുതിരകൾക്ക് വരെ 125 അടിയോളമാണ് പൊക്കമുള്ളത്. മുകളിലും താഴെയുമായി 13 എടുപ്പുകൾ. നടുക്ക് പുരാണ കഥകളുടെ ദൃശ്യങ്ങൾ നിറഞ്ഞ പ്രഭ. ദാരുശില്പകലയുടെ വിസ്മയം. ഈരേഴ് തെക്കിൻ്റെ കുതിരയാവാം ആദ്യം വന്ന് ഈ ക്ഷേത്രമുറ്റത്ത് വരിക. അതോ താനെ കൂമ്പി വിടരുന്ന താമരയും കിരീടത്തിന് മുകളിൽ അരഞ്ഞാണോ മായത്തെ ഈരേഴ് വടക്കിൻ്റെ കുതിരയാണോ എന്നറിയില്ല. കാഴ്ചകൾ കണ്ടു തന്നെ അറിയണം. ഓണാട്ടുകരക്കാർക്ക് കുംഭഭരണി എന്നാൽ ചെട്ടികുളങ്ങര ഭഗവതിയുടെ ഉത്സവമാണ്. തടസ്സങ്ങൾ എന്തു തന്നെയാണെങ്കിലും സംഗമനം കൊണ്ടും ഭഗവതി കടാക്ഷം കൊണ്ടും ലക്ഷ്യം കാണാനുമെന്ന പാഠം ഓണാട്ടുകരക്കാരെ ഊന്നി ഉറപ്പിക്കുന്ന ഒരു ദിവസം കുംഭഭരണി നാൾ. തേരും കുതിരയും ഒരുക്കി കരക്കാർ ക്ഷേത്രനടയിൽ കുംഭമാസത്തിലെ ഭരണിനാളിൽ ആഘോഷത്തോടെ എത്തും. കണ്ണമംഗലം, വടക്കും തെക്കും, കടവൂർ, ആഞ്ഞിലിപ്ര, മൈനാപ്പള്ളി എന്നിങ്ങനെ 5 കരക്കാരാണ് ഭഗവതി നടയിൽ കുംഭഭരണിക്ക് തേരുകൾ എത്തിക്കുന്നത്. മറ്റം തെക്കുള്ളവർ ഹനുമാനെയും പാഞ്ചാലിയെയും കൊണ്ടുവരുമ്പോൾ മറ്റം വടക്കുള്ളവർ ഭീമസേനനെ എഴുന്നള്ളിക്കും. മറ്റുള്ളവർ കുതിരകളെയും. ഈരേഴ് തെക്ക്, ഈരേഴ് വടക്ക്, കൈതവന വടക്ക്, കണ്ണമംഗലം തെക്ക്, കണ്ണമംഗലം വടക്ക്, പേള, കടവൂർ, ആഞ്ഞിലിപ്ര, മറ്റം വടക്ക്, മറ്റം തെക്ക്, മേനാപ്പള്ളി, നടക്കാവ് എന്നീ ക്രമത്തിലാണ് തേരായാലും കുതിരയായാലും കരക്കാർ ഭഗവതി നടയിലേക്ക് കൊണ്ടുവരേണ്ടത്. ഇതിനു പുറമെയാണ് ഭീമന്റെയും ഹനുമാന്റെയും പാഞ്ചാലിയുടെയും കോലങ്ങളുടെ വരവുകൾ. ക്ഷേത്രമുറ്റത്ത് അണിനിരക്കുന്ന വൻ തേരുകളും കുതിരകളും ഇതിഹാസ കഥാപാത്രങ്ങളെയും കാണാൻ എഴുന്നള്ളിയെത്തുന്ന ചെട്ടികുളങ്ങര ഭഗവതി ഒരു കരയുടെ ആഘോഷങ്ങൾക്കു സാക്ഷിയായി പിറ്റേ ദിവസം പുലരി വരെ അമ്പലമുറ്റത്തുണ്ടാകും. ഇടയ്ക്ക് വെച്ച് എന്നോ മുടങ്ങിപ്പോയ കെട്ടുകാഴ്ച തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന സ്വാതി തിരുനാളിൻ്റെ ചെറിയമ്മ പാർവതി റാണിയുടെ കാലത്താണ് പുനഃസ്ഥാപിച്ചത്. പുത്തനാർ തോറുവെട്ടാൻ പോയ ചെട്ടുകുളങ്ങരക്കരാണ് ഇതിന് കാരണമെന്നാണ് ഐതിഹ്യം പറയുന്നത്. ദേശിംഗനാട് ഇളയിടം ഭരിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളിലാണ് കെട്ടുകാഴ്ചകൾ നടക്കാറ്. Hare
കുംഭഭരണി കഴിഞ്ഞുള്ള കാർത്തിക ഉത്സവം മുൻപൊക്കെ നടന്നിരുന്നത് കോമലെഴുത്ത് കുടുംബക്കാരായിരുന്നു. വാഴപ്പണ്ടികൾ മുറിച്ചു നാട്ടിയും ഉരുത്തോല തണ്ടുകളിൽ മൺചിരാതുകൾ കത്തിച്ചു വെച്ചും അടർത്തി മാറ്റിയ വാഴപ്പോളകൾ ചെറുപന്തങ്ങൾ കുത്തിനിർത്തിയും നടത്തുന്ന കാർത്തിക ദീപക്കാഴ്ചയും ശ്രീലങ്കൻ ക്ഷേത്രങ്ങളിലെ ബുദ്ധപൂർണിമ ആഘോഷങ്ങളെ അനുസ്മരിപ്പിക്കുന്നു എന്നാണ് പ്രാദേശികരായ ചിന്തകാരന്മാർ പറയുന്നത്. കെട്ടുകാഴ്ചകളും ബുദ്ധമത അനുയായികളുടെ ഉത്സവ അനുഷ്ഠാനമാണെന്ന് പ്രശസ്ത പുരാവസ്തു പണ്ഡിതനായ ശ്രീ കെ ഗോപിനാഥും പറയുന്നു. 13 ദിവസം നീണ്ടു നിൽക്കുന്ന ചെട്ടുകുളങ്ങര ഉത്സവക്കരക്കാരുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ഈ ദിവസങ്ങളിൽ ഭഗവതിയെ ആചാരപൂർവം എഴുന്നള്ളിച്ചിരുത്താൻ ക്ഷേത്രത്തിന് മുൻപിൽ പ്രത്യേക സ്ഥാനമുണ്ട്. തിരുവനന്തപുരം കണിയാപുരത്ത് നിന്നുള്ള കറുപ്പന്മാരാണ് തോട്ടം പാട്ടിനായി ചെട്ടുകുളങ്ങരയിൽ എത്തിച്ചേരുന്നത്. ഓണാട്ടുകരയുടെ ഹൃദയ വികാരമാണ് ചെട്ടുകുളങ്ങര കുംഭഭരണി. പല നാടുകളിലായി കഴിയുന്നവരെല്ലാം ഈ വേളയിൽ ഓടിയെത്തും. അതിഥികളായും ബന്ധുക്കളെയും കൊണ്ട് ചെട്ടുകുളങ്ങരയിലെ ഓരോ വീടും ഉത്സവ പറമ്പായി മാറും. കഞ്ഞിയും പുഴുക്കും കൊഞ്ചുമാങ്ങാ കറിയുമൊക്കെ കഴിച്ച് സാധോടെ കുശലം പറഞ്ഞ് സന്തോഷിച്ച് ആസ്വദിച്ച് ആ ഒരു ദിവസം ഏറ്റവും വലിയ ഉത്സവമായി ചെട്ടിക്കുളങ്ങരക്കാർ ആത്മാവിൽ തന്നെ കരുതിപ്പോരുന്നു. ഭരണി മുതൽ ശിവരാത്രി വരെയുള്ള ദിവസങ്ങൾ ഓണാട്ടുകരയുടെ സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനുള്ള നാളുകൾ കൂടിയാണ്. താള ഭേദമില്ലാതെ ജാതി ഭേദമില്ലാതെ കൈകോട്ടുകളിൽ കുത്തിയോട്ട പൈതൃകത്തിൻ്റെ സ്പന്ദനങ്ങൾ കേൾക്കാൻ തമ്പുരാട്ടിയമ്മയെ സന്തോഷിപ്പിക്കാൻ എത്തുന്ന മക്കളുടെ വീറും വാശിയും കാണാം. അസാധ്യമായതിനെ സാധ്യമാക്കിയെടുക്കാനുള്ള ഇച്ഛാശക്തിയാണ് ഓണാട്ടുകരക്കാരൻ്റെ ശക്തി, ഒരിക്കലും മങ്ങാത്ത ശക്തി. ചെട്ടുകുളങ്ങര അമ്മയ്ക്ക് മുമ്പിൽ കെട്ടുകാഴ്ചകൾ ആവേശമായി മാറണമെങ്കിൽ ചെട്ടുകുളങ്ങര ഭഗവതിയുടെ മുന്നിലെ ഭക്തിസാന്ദ്രമായ വഴിപാടായ കുത്തിയോട്ടം നടത്തപ്പെടണം. അവിഷ്ടം സാധിച്ചെടുക്കുവാൻ വേണ്ടി ഭക്തജനങ്ങൾ ദേവിയെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി വഴിപാടായാണ് കുത്തിയോട്ടം നടത്തുന്നത്. പൊതുവെ ശിവരാത്രിയാണ് കെട്ടുകാഴ്ചയുടെയും കുതിരയോട്ടത്തിൻ്റെയും ആരംഭം. ഇത്തവണ ശിവരാത്രി വരുന്നത് അടുത്ത മാസമായതുകൊണ്ട് തന്നെ ശിവരാത്രിക്ക് മുൻപുള്ള തിരുവോണം നാൾ എന്ന കണക്കാക്കിയാണ് ഇത്തവണ കെട്ടുകാഴ്ച. ഓരോന്നായി ക്ഷേത്രത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ രണ്ടാമത് വരെയായ ഈ വേലയുടെ വൈകുന്നേരവും അണിയിച്ചൊരുക്കിയ മനോഹരമായ കുതിരകളും തേരുകളും ഭീമനും ഹനുമാനും പാഞ്ചാലിയും അണിനിരന്നോടെ കാഴ്ച കണ്ട ഭക്തിയുടെയും കരവിരുതിൻ്റെയും സംഗമഭൂമിയായി അമ്മയോടുള്ള ഭക്തിയും സ്നേഹവും നാട് നെഞ്ചോട് ചേർത്തു വാനിലേക്കുയർത്തി. പിന്നെ ദേശത്തിൻ്റെ തിരുമുൽക്കാഴ്ച സ്വീകരിച്ച് അനുഗ്രഹം ചൊരിയാൻ ചെട്ടിക്കുളങ്ങരയമ്മ പുലർച്ചയോട് ജീവിതയിൽ എഴുന്നള്ളിയായുള്ള കാത്തിരിപ്പാണ്. ആ അനുഗ്രഹവും ചിരസിലേറ്റി ഇനി 13 കരയ്ക്കും ഒരാണ്ട് നീളുന്ന കാത്തിരിപ്പ്. കണ്ണിൽ വിസ്മയവും മനസ്സിൽ ഭക്തിയും നിറയുന്ന അടുത്ത കുംഭഭരണിക്കായി. അമ്മേ ശരണം, ചെട്ടിക്കുളങ്ങര അമ്മേ ശരണം, ദേവീ ശരണം, ദേവീ ശരണം, ദേവീ ശരണം.